പാട്ടിനോടുള്ള ഇഷ്ടം കൂടിയപ്പോൾ വീട് മുഴുവൻ റേഡിയോ കൊണ്ടൊരു കോട്ട തീർത്തിരിക്കുകയാണ് മട്ടന്നൂർ സ്വദേശി ശ്രീജിത്ത്. ഒന്നും രണ്ടുമല്ല, നൂറുകണക്കിന് റേഡിയോകളും ടാപ്പ് റെക്കോർഡുകളുമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. കാവ്യാഞ്ജലി. വയലാർ രാമവർമ്മയുടെ മഴവില്ല് എന്ന കവിത ആലപിക്കുന്നത് AM ദിലീപ് കുമാർ. റേഡിയോ ചരിത്രത്തിലെ മുതുമുത്തച്ഛന്മാർ മുതൽ യുവതലമുറയിലെ FM റേഡിയോ വരെ മട്ടന്നൂർ മരുതായി മേറ്റടിയിലെ വ്യവസായ വാണിജ്യ വകുപ്പ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ശ്രീജിത്തിന്റെ ശേഖരത്തിലുണ്ട്. തീപ്പെട്ടിയുടെ വലിപ്പമുള്ള ഇത്തിരി കുഞ്ഞൻ റേഡിയോകൾ മുതൽ കിലോ കണക്കിന് തൂക്കമുള്ള വമ്പൻ റേഡിയോ വരെ ഇവിടുത്തെ ഷെൽഫിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ തൻ്റെ വീട്ടിലേക്ക് അച്ഛൻ കൊണ്ടുവന്ന ടാപ്പ് റെക്കോർഡറാണ് ശ്രീജിത്തിനെ ഇത്തരം ശേഖരത്തിലേക്ക് വഴി നടത്തിയത്. 10 വർഷങ്ങൾക്ക് മുമ്പ് അതുപോലൊരു ടാപ്പ് റെക്കോർഡർ ലഭിച്ചു. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തനക്ഷമമാക്കി. അങ്ങനെ റേഡിയോകളും ടാപ്പ് റെക്കോർഡുകളും ശ്രീജിത്തിന്റെ വീട്ടിൽ സവിശേഷ സ്ഥാനം പിടിച്ചു. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. എൻ്റെ അച്ഛൻ എൻ്റെ ചെറുപ്പകാലത്ത് കൊണ്ടുവന്നൊരു ടാപ്പ് റെക്കോർഡർ, ആ ടാപ്പ് റെക്കോർഡർ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ആ ടാപ്പ് റെക്കോർഡർ, അതുപോലത്തെ ഒരു ടാപ്പ് റെക്കോർഡർ പിന്നെ എനിക്ക് കിട്ടി. അതിനുശേഷം അതൊരു വർക്ക് ചെയ്യുന്ന കണ്ടീഷനൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ആ ടാപ്പ് റെക്കോർഡർ ഞാൻ തന്നെ സ്വന്തമായി റിപ്പയർ ചെയ്തു, വർക്ക് ചെയ്യിപ്പിച്ചു. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് സ്വന്തമായിട്ട് ആ ടാപ്പ് റെക്കോർഡർ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, അതിൻ്റെ മെക്കാനിസമൊക്കെ അയച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ പറ്റുന്നുള്ള എനിക്ക് തോന്നിയ ശേഷം, ഒരു ആത്മവിശ്വാസം വന്നതിന് ശേഷം ഞാൻ പിന്നെയും എനിക്ക് ഇതേപോലെ വല്ല സ്ഥലത്തു നിന്ന് സുഹൃത്തുക്കളോ അല്ലെ മറ്റെവിടെ നിന്ന് കിട്ടിയാൽ അത് സ്വന്തമായിട്ട് കൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന അങ്ങനെയാണ് ഈ കളക്ഷൻ തുടങ്ങിയത്. അപ്പോൾ 1 എണ്ണമായി 2 എണ്ണമായി 3 എണ്ണമായി അങ്ങനെ 100-150 ടാപ്പ് റെക്കോർഡർ ഇവിടെ കളക്ഷൻ ആയിട്ടുണ്ട്. ഞാൻ അതുകൂടാതെ പല ഗ്രൂപ്പുകളുണ്ട് നമ്മളെ, ഇതേപോലെ പഴയ സാധനങ്ങൾ ശേഖരിക്കുന്ന ഗ്രൂപ്പുകൾ, വാട്സപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക്, അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതുവഴിയും ഞാൻ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിൻ്റെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ശേഖരിക്കലുണ്ട്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ശേഖരിച്ചൊരു മോഡൽ അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മോഡലാണ് ഞാൻ ആദ്യമായിട്ട് ശേഖരിച്ച ഒരു മോഡൽ. പ്രത്യേകതയില്ല, ഇത് വളരെ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അച്ഛൻ കൊണ്ടുവന്നൊരു മോഡലാണിത്. വീട്ടിൽ അച്ഛനിത് കൊണ്ടുവന്ന് ഇതിനൊരു കവറൊക്കെ ഇട്ട് അങ്ങനെ ഒരു ഇതോടുകൂടിയാണ് ഇത് സൂക്ഷിക്കുക. ആ സമയത്ത് ടാപ്പ് റെക്കോർഡ് കുട്ടികളോട് അടുത്ത് പോറ് നഗലം പറഞ്ഞിട്ട് ആ രീതിയിലാണ് ഇത് സൂക്ഷിക്കുക. അപ്പോൾ നമ്മളതിൻ്റെ ബഹുമാനത്തോടു കൂടി അതിനെ കാണുന്നു. അതിനുശേഷം ഇത് നഷ്ടപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം കിട്ടി, ഇത് റിപ്പയർ ചെയ്തു, കഴുകി വൃത്തിയാക്കി. മൊത്തം അഴുക്കൊക്കെ ആയിരുന്നു, കഴുകി വൃത്തിയാക്കി അത് റിപ്പയർ ചെയ്തു. അങ്ങനെ അത് വർക്ക് ചെയ്യിപ്പിച്ചു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വിറ്റ്സർലൻഡ് കമ്പനിയുടെ ഗ്രാമഫോൺ മുതൽ ഇന്നത്തെ ലേറ്റസ്റ്റ് വേർഷൻ വരെ ഇവിടെയുണ്ട്. ജീവനുള്ള പ്രതിമകൾ. M. രാജീവ് കുമാർ എഴുതിയ നാടകം. പങ്കെടുക്കുന്നവർ മോഹൻലാൽ, MG സോമൻ, കരമന ജനാർദ്ദനൻ നായർ, രാജു, KA അസീസ്, ജഗദീഷ്, CI പോൾ, ആറന്മുള പൊന്നമ്മ. ഡിഷ് ആന്റിനയിൽ തുടങ്ങിയതാണ് ശ്രീജിത്തിന്റെ റേഡിയോകളോടും ആന്റിനകളോടുമുള്ള ഇഷ്ടങ്ങൾ. വിവിധ രാജ്യങ്ങളുടെ ചാനലുകൾ കാണാനുള്ള ആഗ്രഹമാണ് ആന്റിനകളുടെ ശേഖരണത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ 10-ലധികം ആന്റിനകളുണ്ട് ഇവിടെ. വീട്ടിലെ TV-യിലെ ചാനലുകൾ പോലും ഈ ആന്റിന കൊണ്ടാണ് ചലിപ്പിക്കുന്നത്. അതൊരു ക്രേസ്. ഡിഷ് ആൻറ്റിന എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചാനൽ കാണാൻ വേണ്ടി നമ്മൾ ഡിഷ് ആൻറ്റിന ആദ്യം ഒരെണ്ണം ഞാൻ തന്നെ സ്വന്തമായിട്ട് കോയമ്പത്തൂർ പോയി സാധനം വാങ്ങി കൊണ്ടുവന്ന് ഉണ്ടാക്കി. അങ്ങനെയാണ് ആദ്യം ഡിഷ് ആൻറ്റിന കണ്ടത്. ആദ്യം മറ്റേ ടൈപ്പ് ആൻറ്റിന ആയിരുന്നല്ലോ നമ്മളിങ്ങനെ കറക്കിയിട്ട് കാണുന്നത്.
അന്ന് മാറ്റി ഡിഷാനിയായി. ഡിഷാനിന് ഒരെണ്ണം വെച്ചു. അപ്പോൾ പിന്നെ നമ്മൾ ഇതേപോലെ ആ സമയത്ത് ഗ്രൂപ്പൊന്നുമില്ല. അതിനുശേഷം 5-10 വർഷം കഴിഞ്ഞതിന് ശേഷം വാട്സപ്പും ഗ്രൂപ്പും ഒക്കെ വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ ചാനലുകൾ, ഒരു സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഒരെണ്ണത്തിൽ നിന്ന് 2 എണ്ണം 3 എണ്ണം 4 എണ്ണം അങ്ങനെ പിന്നെ വിവിധ സാറ്റലൈറ്റുകൾ, അപ്പോൾ വിവിധ രാജ്യങ്ങളെ പ്രോഗ്രാമുകൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ 5-10 ഡിഷാനുണ്ട്. ഇപ്പോഴും ഞാൻ ഡിഷാനിനെ വെച്ചിട്ടാണ് പിന്നെ ചാനലൊക്കെ കാണുന്നത്. പ്രഭാതഭേരി. ഷാർപ്പ്, നാഷണൽ പാനസോണിക്, സാംസങ്, ഫിലിപ്സ്, സോണി, അക്കായി, LG തുടങ്ങി വിവിധ കമ്പനികളുടെ റേഡിയോകളുടെ വിശാലമായ ലോകമാണിവിടെ. ഇവയൊക്കെയും പ്രവർത്തനക്ഷമമാണെന്നതാണ് അതിശയിപ്പിക്കുന്ന മറ്റൊരു പ്രത്യേകത. വീണ്ടും കടന്നു വരാനുള്ള കൊതിയോടെയാണ് കേട്ടോ എഴുതുന്നത്. പുലരിയുടെ ഇനങ്ങൾ മൊത്തത്തിൽ തരക്കേടില്ലെന്ന് പറയാം. എങ്കിലും ഗാനങ്ങൾ പഴക്കം മണക്കുന്നു. പഴയ മോഡൽ വാൽവ് റേഡിയോ ശ്രീജിത്തിന്റെ ശേഖരത്തിലെ അമൂല്യ വസ്തുവാണ്. പലതും മോഹവില നൽകിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവയ്ക്കു പുറമെ നിരവധി ടെലിഫോണുകളും ക്യാമറകളും ശ്രീജിത്തിന്റെ ശേഖരത്തിലുണ്ട്. വീട്ടിലെത്തുന്ന ആരെയും അമ്പരപ്പിക്കുന്ന മറ്റൊരു ശേഖരമാണ് കാസറ്റുകളുടേത്. ജോലിക്കിടയിലും ഇവയുടെ അറ്റകുറ്റപ്പണി നടത്താൻ ശ്രീജിത്ത് മറക്കാറില്ല. റേഡിയോയിലൂടെ ഒരു പാട്ടും കൂടി കേട്ടാലേ ഒരു ദിവസം പൂർണ്ണമാകൂ. അറ്റകുറ്റപ്പണികൾക്കിടെ പലപ്പോഴും റേഡിയോയുടെ ഭാഗങ്ങൾ സംഘടിപ്പിക്കാൻ ഏറെ പാടുപെട്ടിട്ടുണ്ടെന്നും ശ്രീജിത്ത് പറയുന്നു. മിക്കവാറും ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ഇല്ല. ഉള്ളവർ തന്നെ ചെയ്തു തരുന്നില്ല. നമ്മൾ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടെ റിപ്പയർ ചെയ്യില്ല എന്നാണ് പറയുക. നമ്മൾ അടുത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ മാത്രമേ റിപ്പയർ ചെയ്ത് തരൂ. അപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, നമ്മളൊരു പ്രശാന്തട്ടെ, അപ്പോൾ കുഴപ്പക്ക് അവിടെ കൊണ്ടുപോയാൽ അദ്ദേഹം ഒട്ടുമിക്ക നമ്മളെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് സാധിക്കാത്തത് ഞാൻ അവരുടെ കൊണ്ടുപോകും. അങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത്. പിന്നീട് പാർട്സുകളൊന്നും കിട്ടുന്നില്ല. അതാണ് വേറൊരു പ്രശ്നം. പാർട്സുകൾ ഒട്ടുമിക്ക പാർട്സുകളും ലഭ്യമല്ല. ഈ ടാപ്പ് റെക്കോർഡറിൻ്റെ ബെൽറ്റ്, അതേപോലെ പെഞ്ച് റോളർ, ഇങ്ങനെയൊക്കെയുള്ള പാർട്സുകളുണ്ട്. പിന്നെ അതിൻ്റെ ഗിയറുകൾ, ഇതൊന്നും കിട്ടാനുള്ള സാധനം. അപ്പോൾ ഉള്ളെടുക്കുന്ന നമ്മൾ എഴുതി വരുത്തിച്ച് ഓൺലൈനായിട്ടും ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് അങ്ങനെ റിപ്പയർ ചെയ്യുന്നതാണ്. ഫാമിലീൻ്റെ സപ്പോർട്ട് ആദ്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മളിതൊക്കെ കുറച്ചെണ്ണം കളക്ട് ചെയ്ത് ആൾക്കാരൊക്കെ, വൈഫിൻ്റെ ആയിക്കോട്ടെ അമ്മയുടെ ആയിക്കോട്ടെ സുഹൃത്തുക്കളൊക്കെ വന്ന് ഇത് കണ്ട് കൊള്ളാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർക്ക് നല്ല താല്പര്യമാണ്. മക്കൾക്ക് നല്ല താല്പര്യമുണ്ട്. എൻ്റെ ഇളയ മകനുണ്ട് ശ്രേയൽ, 3ാം ക്ലാസ് പഠിക്കുന്നതാണ്. അവന് നല്ല താല്പര്യമാണ്. പിന്നെ മൂത്ത ശ്രീനന്ദു +1 ആണ്. അവന് നല്ലോണം ഹെൽപ്പ് ചെയ്യും. പഴയ സാധനങ്ങളും കൊണ്ട് റിപ്പയർ ചെയ്യുമ്പോൾ മറ്റും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഭാര്യ സീമയും മക്കളായ ശ്രീനന്ദും ശ്രേയലും അമ്മ PV നാരായണിയും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്. കരിയിലുകൾ മൂടിയ വഴിത്താറുകൾ നാടകം സമാപിച്ചു. മൂലകഥ ഡോക്ടർ MT വാസുദേവൻ നായർ. നാടകാവിഷ്കാരം ഹുസൈൻ കാരാടി. എത്ര ആധുനികതയിലേക്ക് മാറിയാലും നമ്മുടെ മനസ്സിൽ ആ പഴയ കാലത്തിന്റെ സ്വരങ്ങൾ നിലനിർത്താൻ ഇത്തരം ശേഖരങ്ങൾ അനിവാര്യമാണ്. മട്ടന്നൂരിൽ നിന്നും കാവ്യ രാമചന്ദ്രൻ, കേരള ഓൺലൈൻ ന്യൂസ്. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വരാനിരിക്കുന്ന